തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് 3 വിഭാഗങ്ങളിൽ നിന്നും ഒരു വമ്പിച്ച നേതാക്കന്മാരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉൾപ്പെടെ അൻവർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം ഉണ്ടാവുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയും തുടക്കത്തിലേ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവസാന ലാപ്പിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വളരെയധികം ആഹ്ലാദം നൽകുന്ന ഒന്നാണ്. കാരണം ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ വികാരം കഴിഞ്ഞ 9 വർഷമായി ഈ നിയമസഭാ മണ്ഡലത്തോട് ഭരണപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിട്ട് പോലും പറയത്തക്ക ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വികസനവും മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വികസനം ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല. അവരിപ്പോഴും പഴയ വർഗീയതയും ജാതീയമായും വർഗീയമായും ജനങ്ങളെ എങ്ങനെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്ന ഒരു ചിന്ത മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളൂ. അതെല്ലാ ഇലക്ഷനിലും അവർ പയറ്റിയതാണ്. നാളെ എന്തെല്ലാം വാർത്തകളാണ് അവർ പടച്ചുവിടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വലിയ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ ഒരു വികാരം ഈ നിലമ്പൂർ മണ്ഡലത്തിനകത്തുണ്ട് എന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ഓരോ ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 23-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലം വരുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. എല്ലാ മേഖലയിലും കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന, ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ആളുകളൊക്കെ കുറേ ആളുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. ആര്യാടൻ മുഹമ്മദ് 34 വർഷമുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊരു ഒരു വികസന പ്രവർത്തനങ്ങളും അവർക്ക് കാണിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച, ജനദ്രോഹപരമായ നിലപാട് സ്വീകരിച്ച കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ സമൂഹത്തോട് ഇടതുപക്ഷം കാണിക്കുന്ന ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ ഒരു കാവൽ മന്ത്രിസഭയായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 9 വർഷത്തെ കാലയളവ് നമ്മൾ പറഞ്ഞു പിണറായി സർക്കാരിൻ്റെ. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ജനങ്ങളുടെ ഒരു ഉത്തരമായിട്ട് തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത്? എന്താ സംശയം? ജനങ്ങൾ ചോദിക്കുന്നത് അതാണ്. ഇവിടെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഗതാഗത കുരുക്ക്. അതിന് പരിഹാരം കാണാൻ നിലമ്പൂർ ബൈപ്പാസ് ആര്യാടൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൊണ്ടുവന്ന് 70 കോടി രൂപ മുടക്കി അതിൻ്റെ പ്രവൃത്തി തുടങ്ങി 2 സൈഡിലും കെട്ടി മണലിട്ട് എന്നല്ലാതെ ഈ 9 വർഷത്തിനിടയ്ക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അൻവർ രാജിവെച്ചപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണം വകയിരുത്തിയിട്ടുണ്ടെന്ന്. നിലവിലുള്ള ഏതെങ്കിലും റോഡുകൾ നന്നാക്കി എന്നല്ലാതെ ഇവിടെ കാണുന്ന എല്ലാ വികസനം, ഇവിടെ കൊണ്ടുവന്ന പാലങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും RTO ഓഫീസായാലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസായാലും ഇൻ്റർ സ്റ്റേറ്റ് KSRTCയുടെ ഹബ്ബായി 64 റൂട്ടുകൾ പുറപ്പെടുന്ന ഒരു ഹബ്ബാക്കി ഇതിനെ മാറ്റിയതായാലും എല്ലാ മേഖലയും ഇത് 77-ൽ ആര്യാടൻ ഇവിടെ MLA ആയിട്ട് വരുമ്പോൾ ഇത് 7 ദ്വീപുകളായിട്ട് കിടക്കുകയായിരുന്നു. പരസ്പരം ബന്ധപ്പെടാൻ തോണികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതെല്ലാം മാറി എല്ലാം പരസ്പരം ബന്ധപ്പെടുന്ന തരത്തിൽ എല്ലാ മേഖലയിലും പാലങ്ങളുണ്ടാക്കി. ആധുനിക നിലമ്പൂരിൻ്റെ പിതാവാണ് ആര്യാടൻ. അതിനപ്പുറത്തേക്ക് ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ 9 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനപ്രതിനിധി ഇവിടെ ഉണ്ടായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന വിശ്വാസപ്പെടുത്തിയ ജനങ്ങൾക്കുണ്ട്. ആ പ്രതിഷേധവും പ്രതികാരവും ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. പിണറായി സർക്കാർ കൊടുക്കാത്ത ഒരു വികസനത്തിൻ്റെയും, അതായത് ഷൗക്കത്ത് കൊടുത്ത ഒരു വികസനത്തിൻ്റെയും മറുപടി ആയിരിക്കുമല്ലേ? എന്താ സംശയം? ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, നഗരസഭാ ചെയർമാൻ ആയിരിക്കുമ്പോൾ, യുനെസ്കോയുടെ അംഗീകാരം കിട്ടി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പഠിക്കുന്ന സിലബസിൽ ഈ പഞ്ചായത്തിലും നഗരസഭയിലും ഷൗക്കത്ത് ചെയ്ത കാര്യങ്ങൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാഠപുസ്തകമാണെന്ന്. എത്ര പദ്ധതി ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ് SC/ST വിഭാഗത്തിൽപ്പെടുന്ന അവരുടെ സങ്കേതങ്ങളിൽ പോയി അവരുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടായി. 60 വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ, നഗരസഭ ചെയർമാനായിരിക്കുമ്പോൾ ഈ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഇപ്പോഴത്തെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഓരോന്നും സ്ത്രീധനരഹിത ഗ്രാമമാക്കി, പഞ്ചായത്താക്കി ഇതിനെ മാറ്റിയെടുക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങൾ അതൊക്കെ തന്നെയാണ് വലിയ അംഗീകാരം കിട്ടിയത് ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം. മതേതരത്വത്തിൻ്റെ പ്രതീകമായി ജനങ്ങളുടെ 10 വർഷക്കാലം ത്രിതല പഞ്ചായത്തിൽ തങ്ങൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഈ നിലമ്പൂരിനും എല്ലാ കാലത്തും നിലമ്പൂരിനെ അഹങ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ യുനെസ്കോയുടെ പുരസ്കാരം പോലും വാങ്ങിക്കൊണ്ടുവരാൻ ഹാർവാർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനൊരു പാഠപുസ്തകം
ഒരു വിഷയമാക്കി ഇവിടെ മാറ്റിയത് ആര്യടൻ ഷൗക്കത്താണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പ്രഗത്ഭനാണ്. ഞങ്ങളെ മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളും പ്രാധാന്യമാണ്. ഞങ്ങൾ വികസനവും മറ്റു കാര്യങ്ങളും പറഞ്ഞു നടക്കുമ്പോൾ വികസനത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി വർഗീയത മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രചരണമാണ് നടക്കുന്നത്. അതിൽ പ്രബുദ്ധരായ ഈ നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മിനി തെരഞ്ഞെടുപ്പായിരിക്കും ഇതിൽ പ്രതിഫലിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയം തന്നെയായിരിക്കും. സംശയം എന്താണ്? ഇത് അതിൻ്റെ ഒരു സെമി ഫൈനലാണ്. ഇതൊരു റിസൾട്ടാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവർ പറയും ഭരണപക്ഷം ജയിച്ചിടത്ത് ഭരണപക്ഷവും പ്രതിപക്ഷം ജയിച്ചിടത്ത് പ്രതിപക്ഷം ജയിച്ചെന്ന്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ ജയിച്ചത് 4-5 ഇരട്ടി വോട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടാണ്. അവർക്ക് പിടിക്കാനൊരു വള്ളി ഉണ്ടായത് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം 38,000 വോട്ടിന് ജയിച്ചിടത്ത് 10,000-ൽ താഴെ വോട്ടിന് ജയിച്ചു എന്നുള്ളൊരു പിടിവള്ളി മാത്രമാണ്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയ തിരിച്ചുവരവിനുള്ള ഒരു റിഹേഴ്സലും ഒരു സെമി ഫൈനലുമാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. ഇത് കേവലം നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും 23-ന് പുറത്തു വരുന്നത്. അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അൻവറിന് UDF വളരെ ശക്തമായ രീതിയിലൊരു അക്സെപ്റ്റൻസി കൊടുത്തതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ പിടിവാശിക്ക് മുമ്പിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇവിടെ സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥി UDF സംവിധാനം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിനോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അതിന് പറ്റാതെ പോയത് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പരാജയമായിട്ടാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വരേണ്ട ഒരാളായിരുന്നില്ല. UDFിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് UDFിൻ്റെ ഭാഗമായി മാറേണ്ടതായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും നല്ലതായിരുന്നു. പക്ഷേ അവിടെ വ്യതിചലിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ അൻവർ എടുത്ത തീരുമാനത്തിലാണ് പ്രശ്നം, അല്ലാതെ UDFിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ UDFിൻ്റെ ഒരു നിലപാടിൽ യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല. UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് UDFിൽ തീരുമാനിക്കുക. UDFിൻ്റെ സ്ഥാനാർത്ഥി അൻവർ തീരുമാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ UDFിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അവിടെയാണ് അതിൻ്റെ പരാജയം ഉണ്ടായത്, പ്രയാസം നേരിട്ട്. അത് അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തെ വഴിതെറ്റിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെയാണ് അദ്ദേഹത്തിന് വഴിവെച്ചു പോയത്. എന്തുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അൻവർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതൊരു കാരണവശാലും ഒരു വെല്ലുവിളി ആവുന്നില്ല അല്ലേ തെരഞ്ഞെടുപ്പിൽ? അതൊരു വെല്ലുവിളിയായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ അൻവർ നിലവിൽ ഇപ്പോൾ ഈ ഇലക്ഷനിലൊരു ഫാക്ടറല്ല. ഇവിടെ LDFും UDFും തമ്മിലുള്ള മത്സരമാണ് ശക്തമായി നടക്കുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ആര്യടൻ ഷൗക്കത്ത്. ആര്യടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ അംഗീകാരം നേടുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ആര്യടൻ ഷൗക്കത്ത്. അദ്ദേഹം നഗരസഭാ ചെയർമാൻ കൂടിയായിരുന്നു. അദ്ദേഹം ഏറ്റവും നല്ല നഗരസഭാ ചെയർമാൻ എന്നുള്ള ഖ്യാതി നേടി. അദ്ദേഹം എല്ലാ രംഗങ്ങളിലും, കലാ സാംസ്കാരിക രംഗങ്ങളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലും മറ്റ് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ വളരെയധികം കഴിവ് തെളിയിച്ച നല്ലൊരു കാൻഡിഡേറ്റാണ് നിലമ്പൂർക്കാരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ബാപ്പുട്ടിക്കയാണ് എന്ന് വിളിക്കുന്ന ഓമനപ്പേരിൽ വിളിക്കുന്നൊരു ഏറ്റവും സുഹൃത്ത് എന്നുള്ള കുടുംബാംഗം എന്നുള്ള രീതിയിലുള്ളൊരു കാൻഡിഡേറ്റാണ് ആര്യടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന് ഇവിടുത്തെ നിലമ്പൂരിലെ ജനത, ഈ ഏറനാട്ടിലെ ജനത നെഞ്ചേറ്റി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് വോട്ട് എത്ര എന്നുള്ളത് മാത്രമേ എണ്ണേണ്ട കാര്യമുള്ളൂ. 25,000-ന് മേലെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിച്ചു കയറും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ കാലങ്ങളിൽ നീണ്ട പതിറ്റാണ്ടുകളോളം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ്. മന്ത്രിയായിട്ടും MLA ആയിട്ടൊക്കെ പ്രതിനിധീകരിച്ചതാണ്. അതിൻ്റെ പാരമ്പര്യം കൂടി പിന്തുടരുന്ന ഒരു കാൻഡിഡേറ്റാണ് ആര്യടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റ് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ നാട്ടുകാർക്ക് ബാപ്പുട്ടിയാക്കാനെ വേണം, ആര്യടൻ ഷൗക്കത്തിനെ വേണം. അവർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്താ തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഒരു പൾസ് ഉള്ളത്? പൾസ് ഇവിടെ നമ്മൾ ആര്യടൻ ഷൗക്കത്തിനാണ്. കാരണം ഞങ്ങളെ മനസ്സിൽ കൊണ്ടുനടക്കുന്നൊരു ആരാധകനാണ് മൂപ്പര്. ഈ അൻവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഭരണം കിട്ടിയിട്ട് ഒന്നും നിലമ്പൂരിന് വേണ്ടി ചെയ്തിട്ടില്ല. പാവപ്പെട്ടവരൊക്കെ നോക്കിയേ, പാവപ്പെട്ടവരൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നമ്മളവരെ കാണുന്നത്? നമുക്ക് എപ്പോഴും കയറി ചെന്ന് ഒരു കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഷൗക്കത്താക്കാനോടാണ്. നമ്മൾ എത്ര നട്ടപ്പാതിരൊക്കെയാണെങ്കിൽ ആ വാതിൽ ഞങ്ങൾക്ക് തുറന്നു കിടക്കുകയാണ്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറയാം. ഷൗക്കത്താക്കാന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂരിൻ്റെ ഒരു മുത്താണ്. അൻവർദാ ഇപ്പോൾ കണ്ടു നിങ്ങൾ അൻവറിൻ്റെ വർത്തനം പറഞ്ഞിട്ട് അൻവറിൻ്റെ ഓടി കയറി. നമ്മളാരും കയറിയതല്ല, പടച്ചോൻ കയറിപ്പിച്ചാണത്. കഴിഞ്ഞ ഇലക്ഷനിൽ മൂപ്പര് നിന്നു. 8 വർഷമായിട്ട് മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. നിലമ്പൂരിനും വേണ്ടി ഒന്നും ചെയ്തില്ല മൂപ്പര്. ബൈപ്പാസ്, നമ്മളെ നിലമ്പൂർ ബൈപ്പാസ് റോഡ്
നിലമ്പൂർ ബൈപ്പാസ് റോഡ് അവിടെ ഇട്ടു. ബാവുട്ടിയൊക്കെ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണത്. അതിന്മ കൂടി അതൊന്നും ആയില്ല. ഇന്നും അതേമാതിരി കിടക്കുകയാണ്. ഇന്നിൻ്റെ ബാവുട്ടിയൊക്കെ പറ്റേ നിലമ്പൂർ ബൈപ്പാസ് കറക്റ്റാ ഞാൻ മീയായിട്ട്. അപ്പോൾ ഷൗക്കത്തിന് മാത്രമാണ് ഇവിടെ സ്ഥാനം എന്നാണ് ഷൗക്കത്തൊക്കെ നിലമ്പൂരിൻ്റെ മണ്ണിൻ്റെ മുത്താട്. നിലമ്പൂർ മണ്ണിൻ്റെ ആര്യാണ് ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങാക്കുള്ള കാലത്ത് മുട്ടേ ഞങ്ങൾക്ക് ആര്യയുടെ ഷൗക്കത്തൊക്കെ മാത്രമേ. ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ഇനി മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ എന്ത് കാര്യം എന്ന് പറയണമെങ്കിലും ഈ നട്ടപ്പാരയ്ക്ക് വിളിച്ചാലും ഞങ്ങൾക്ക് തുറന്നിരുന്നൊരു വാതിലാണത്. വമ്പിച്ച പുരുഷത്തിലൂടെ അൻവറിനും സ്വരാജിനും യാതൊരുവിധ ചാൻസും ഇവിടെ ഇല്ല നിലമ്പൂരിൽ. സ്വരാജിന് കുറച്ച് ചാൻസ് ഉണ്ട്. സ്വരാജിന് നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കാര്യങ്ങൾക്ക്. ഇത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു ചാൻസൊക്കെ ഉണ്ട്. പക്ഷേ അൻവറിന് പറഞ്ഞാൽ ഒരു ചാൻസും കാണില്ല. 4080 വോട്ടും പിടിക്കുകയാണെങ്കിൽ അത് വലിയ കിട്ടില്ല. 4080 വോട്ട് 2,85,000 വോട്ടം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഇതിൽ 4000 വോട്ടും പിടിച്ചാൽ അതവന് വലിയ കിട്ടില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യണം. ജനങ്ങൾ പറഞ്ഞിട്ടാണ് 5 പൈസ പോലും കയ്യിലില്ലാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിന്നതെന്നുള്ളൊരു വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. കാരണം അവൻ്റെ അടുത്ത് 5,80,000 റുപ്യ അവൻ കാണിച്ചു. ഇതെവിടെ പൈസ എവിടേക്ക് പോയി? ഇതിൽ മേലെ അവൻ്റെ കയ്യിലുണ്ട്, ആർക്കും കാണിക്കണില്ല, തുറന്നു പറയില്ല. ജനങ്ങൾക്ക് ഉപകാരങ്ങൾ വേണം. ഒരു നേതാവ് എന്തിനാ, അല്ലെങ്കിൽ ഒരു MLA എന്തിനാ? ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ജനങ്ങൾ കാണാൻ വരുമ്പോൾ അവൻ പറയുന്നത് ലണ്ടനിലാണ്, പാരീസിലാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ലണ്ടനിക്കോ പാരീസിക്കോ പോകാൻ കഴിവില്ല. ഇവിടെ പാവപ്പെട്ട ജനങ്ങളാണുള്ളത്. ഇവിടെ പാവപ്പെട്ട ജനങ്ങളാണ്. ഇവിടെ വമ്പിച്ച പുരുഷത്തോടുകൂടി ഷൗക്കത്തിനെ വിജയിപ്പിക്കും. ആർക്കായിരിക്കും ഒരു പൾസ് ഉണ്ടാവുക? ഷൗക്കത്തിന് തന്നെയായിരിക്കും. എന്തോ ഒറ്റ വാക്കിലൊരു മറുപടി എന്ത്? ഒറ്റ വാക്കിന് മറുപടി പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്തത് മറ്റവർക്കാണ്, പോരാൻ തോന്നി. അപ്പോൾ ഷൗക്കത്തിന് ഈ പ്രാവശ്യം ജനങ്ങൾക്കൊരു പോരായ്മ തന്നെയാണോ? ഒരു പോരായ്മ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഷൗക്കത്തിന് വോട്ട് കൊടുക്കണം? ഷൗക്കത്ത് നല്ലൊരു വ്യക്തിയാണ്. ഷൗക്കത്തിനെ പണ്ട് എല്ലാവരും കൂടി തോൽപ്പിച്ചാണ്. ആൾക്കാർ തന്നെ, അവരാൾക്കാർ തന്നെ. ആ ഒരു ഇതിലാണ് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് പ്രകാശം നിന്നപ്പോൾ ഇപ്പുറത്ത് കൊടുക്കാൻ കാരണം. പ്രകാശത്തിന് വലിയൊരു പങ്കാണ് തോൽപ്പിക്കാൻ. അൻവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. പൈസ പോലും ഇല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന രീതിയിൽ. പൈസ ഇല്ലാന്നോ? ആര് പറഞ്ഞ അൻവറിന് പൈസ ഇല്ലാന്ന്? അൻവറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളി. അതുകൊണ്ട് അല്ല, ഇന്നൊരു വാക്ക് നാളെ ഒരു വാക്ക് മറ്റന്നൊരു വാക്ക് പറയുന്നത് ഒരു നേതാവിന് പറ്റിയൊരു പരിപാടിയല്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഷൗക്കത്ത്